വൈവിധ്യമാർന്ന വർണ്ണങ്ങളോടെ ബോഗെയിൻ വില്ല ഒരുക്കിയെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് കോഴിക്കോട് തൊട്ടിൽപ്പാലത്തെ KV നിവാസിൽ ലിനീഷും കുടുംബവും. 45-ലധികം നിറങ്ങളുണ്ട് ലിനീഷിന്റെ ബോഗെയിൻ വില്ല തോട്ടത്തിൽ. 9 വർഷം നീണ്ട ഒരു പ്രയത്നത്തിലൂടെയാണ് ഇത്രയധികം നിറങ്ങളിൽ ബോഗെയിൻ വില്ലകൾ ഒരുക്കിയെടുത്തത്. വിരിഞ്ഞു നിൽക്കുന്ന കടലാസ് പൂക്കളുടെ വർണ്ണക്കാഴ്ചയിലാണ് തൊട്ടിൽപ്പാലത്തെ KV നിവാസ് എന്ന വീട് ഓരോ ദിവസവും കടന്നു പോകുന്നത്. ലിനീഷും ഭാര്യയും 9 വർഷം മുൻപ് നട്ടു നനച്ചു വളർത്തിയ ഒരു ബോഗൻ വില്ലച്ചെടി, അതിനോട് വേറെ ചെടികളും കൂട്ടിവെച്ച് അവരുണ്ടാക്കിയെടുത്ത വീട്ടുമുറ്റത്തെ ആ വസന്തകാലം ഇന്ന് നാട്ടുകാർക്ക് പോലും വിസ്മയമാണ്. ഒരു പൂന വെറൈറ്റി എന്ന് പറയുന്നൊരു പൂന പിങ്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതിലാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. പിന്നെ ഓരോരോ വഴിക്ക് പോകുന്ന സമയത്ത് പല ചെറിയൊരു തണ്ട്, ഇത്രയുള്ള ചെറിയൊരു തണ്ട് വാങ്ങുന്നതാണ്. അങ്ങനെ അത് വലുതാക്കി ബഡ്ഡിംഗ് നടത്തി ഒരു ചെടിയിൽ തന്നെ 2-ലധികം നിറങ്ങൾ വിരിയിച്ചും പൂന്തോട്ടം വിപുലീകരിച്ചു. കടലാസ് പൂക്കൾ കാണാനും ചിത്രങ്ങൾ എടുക്കാനും നിരവധി പേർ വീട്ടിലെത്തും. ഈ ബോഗൺ വില്ലയുടെ പലതരത്തിലുള്ള 45ഓളം തരത്തിലുള്ള പൂക്കളാണ്, വെറൈറ്റീസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ശരിക്കും ഇതൊരു വേറിട്ട തരത്തിലുള്ള ഉദ്യാന കൃഷി തന്നെയാണ്. ഇത്തരം സംരംഭകരെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ലിനീഷിനും സൗമ്യയ്ക്കുമൊപ്പം 3 മക്കളും ചെടികളുടെ പരിപാലനത്തിൽ സജീവമാണ്. പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നത് തടയാൻ ഗ്രീൻ ഹൗസ് സംവിധാനം ഒരുക്കി കൃഷി കൂടുതൽ വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് ഈ പൂ കർഷകർ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. എന്ത് മനോഹരമാണല്ലേ ആ കാഴ്ച കാണാൻ. അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട് തത്സമയം. അഞ്ജന, ഈ ബോഗെയിൻ വില്ല കൂട്ടം കാണുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ സ്ത്രീകൾക്കൊരു പ്രത്യേക താല്പര്യമാണ് അതിന്റെ അടുത്ത് നിൽക്കാനും കുറച്ചധികം ഫോട്ടോകൾ എടുക്കാനും ഒക്കെ. അങ്ങനെ നിരവധി പേര് അവിടെ എത്തുന്നുണ്ട് എന്നവർ പറയുന്നുണ്ട്. പക്ഷേ അതിന് പിന്നിലൊക്കെയുള്ള അവരുടെ കഷ്ടപ്പാടാണ് ഞാൻ ആലോചിക്കുന്നത്. 9 വർഷത്തോളത്തെ ഒരു കഷ്ടപ്പാടിന് ശേഷമാണ് ഇങ്ങനെ 45 നിറങ്ങളിലുള്ള ബോഗെയിൻ വില്ലത്തോട്ടം ഒരുക്കാനായത് എന്ന് കേൾക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്നു. അതെ ഹിമ, പൂന പിങ്ക് എന്ന ഒറ്റച്ചെടി, അതിൻ്റെ ഒരു തണ്ട് 9 വർഷം മുമ്പ് ഇവിടെ നിന്നോ കളക്ട് ചെയ്ത് വീടിൻ്റെ ഉമ്മറത്ത് നട്ടതാണ്. അതിനു പുറകെ ഇത്തരം ബോഗെയിൻ വില്ല, അതും നല്ല വൈവിധ്യമാർന്ന നിറങ്ങളിലുള്ള വൈവിധ്യമാർന്ന ഇനങ്ങളിലുള്ള ബോഗെയിൻ വില്ല, അത് എവിടെ കണ്ടാലും അത് ശേഖരിക്കും, വാങ്ങിക്കുകയും ചെയ്യും. അങ്ങനെ കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ 9 വർഷം കൊണ്ട് 45-ലധികം ഇനങ്ങൾ ഈ വീട്ടുമുറ്റത്തെ ഈ പൂന്തോട്ടത്തിൽ. അത് ചില്ലറ കഷ്ടപ്പാടുമൊന്നുമല്ല, കാരണം ഒരുപാട് കഷ്ടപ്പാട് അതിൻ്റെ പുറകിലുണ്ട്. ഇതിനെ പരിപാലിക്കണം, അതിനെ ബഡ് ചെയ്ത്, അത് ഒരു ചെടിയിൽ തന്നെ മറ്റു നിറങ്ങൾ വരുന്ന രീതിയിൽ അതിനെ ബഡ് ചെയ്ത് അതിനെ പരിപാലിച്ചു. അങ്ങനെയാണ് ഈ 9 വർഷം കൊണ്ട് ഈ 45-ലധികം ഇനങ്ങളെ ലിനീഷും ഭാര്യ സൗമ്യയും ചേർന്ന് ഇത്തരത്തിൽ മനോഹരമായൊരു പൂന്തോട്ടമാക്കി വീട്ടുമുറ്റത്ത് മാറ്റിയത്. ഒരുപാട് ആളുകളാണ് വീട്ടിലേക്ക് ഈ കാഴ്ച കാണാൻ, വസന്ത കാഴ്ച കാണാൻ വേണ്ടി എത്തുന്നത്. അത് കാണുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം ഇങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല ആദ്യം ആ ചെടി കൊണ്ട് നടുമ്പോൾ. പിന്നീടാണ് ഇത് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ഇതിനോടൊരു പ്രത്യേക ക്രൈസ് പോലെയായി എന്നുള്ളതാണ് സൗമ്യ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ പറയുന്നത്. കാരണം ആദ്യം ഒരു ചെടി നട്ടു, പിന്നീട് പല വർണ്ണങ്ങൾ ഇങ്ങനെ ശേഖരിക്കാൻ തുടങ്ങി, പിന്നീട് എത്രയൊക്കെ വെറൈറ്റികൾ കിട്ടുമോ അതൊക്കെ ശേഖരിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്ത് അങ്ങ് കൊണ്ടുപോവുകയായിരുന്നു. ഏതായാലും നല്ല ഭംഗിയിൽ അത് വീടിന് മുന്നിൽ അലങ്കരിച്ച് വെച്ചിട്ടുമുണ്ട്. നേരത്തെയൊക്കെ അത് ഓരോരുത്തർ ചോദിക്കുമ്പോൾ വെറുതെയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നീടാണ് ചേച്ചിക്കും അതിൻ്റെ ഒരു സംരംഭകത്വത്തിനെ പറ്റിയിട്ട് മനസ്സിലായത്. കാരണം വെറുതെ കൊടുക്കണ്ട, ഇത്രയും കഷ്ടപ്പെട്ട് അലങ്കരിച്ച് അല്ലെങ്കിൽ ഭംഗിയായി അത്തരം ഫലമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പിന്നിൽ. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു സംരംഭമാക്കി മാറ്റിക്കൂടാ എന്ന് അവർ തന്നെ ചിന്തിച്ചു. അങ്ങനെ പിന്നീട് അതൊരു സംരംഭമാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് അവരിപ്പോൾ. മാത്രമല്ല, എന്തായാലും ആ ശ്രമം ഫലം കാണട്ടെ, അതിഗംഭീരമാകട്ടെ. കാരണം ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ല, 9 വർഷത്തോളം പണിപ്പെട്ടാണ് അവർ ഇത്ര ഗംഭീരമായ ഒരു ബോഗെയിൻ വില്ലത്തോട്ടം ഒരുക്കിയെടുത്തത്. അപ്പൊ അതിനി കൂടുതൽ ഗംഭീരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കട്ടെ. നമ്മളൊക്കെ ഒന്ന് പരിശ്രമിച്ചാൽ നമ്മുടെ വീട്ടുമുറ്റത്തും ഇതുപോലെ മനോഹരമായ ബോഗെയിൻ വില്ലത്തോട്ടങ്ങൾ ഒരുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പൊ അതുപോലെ പരിശ്രമിക്കുക. ശരി അഞ്ജന.